Dear students, in this session we will be going to discuss about pass transistor characteristics, and here we will be discussing NMOS transistor and PMOS transistor. That means NMOS transistor act as a pass transistor, also PMOS transistor also act as a pass transistor. Okay, so first of all we will consider about a NMOS transistor. So you can see here in the case of NMOS transistor, Vin is marked at one of the terminals, that is drain. D it is marked as a drain, and gate terminal voltage is denoted by psi, and there is a terminal source and output is taken across the source terminal, and capacitor is connected at the source terminal. Okay, so for conduction of the NMOS transistor, you know that the gate voltage of the gate to source voltage of the NMOS transistor should be positive. Okay, or gate voltage should be high voltage. So we will be giving psi equal to VDD. So we are giving input to the drain terminal and taking output from the source terminal. So whenever a high input is giving, then that transistor, NMOS transistor, will be transmitting this input voltage to the output. Whenever we are giving high voltage to the drain, that high voltage will be transmitted to the output, that is to the source terminals, whenever psi is equal to VDD. സോ ഈ ഒരു കോൺഫിഗറേഷൻ നോക്കുക. NMOS ട്രാൻസിസ്റ്ററിൻ്റെ അത് ഗേറ്റിൽ NMOSന് നമുക്കറിയാം, NMOS കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഓൺ കണ്ടീഷനിലായിരിക്കണമെങ്കിൽ ഗേറ്റ് എന്തായിരിക്കും, ഹൈ ആയിരിക്കണം. അല്ലെങ്കിൽ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ത്രെഷോൾഡ് വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കണം. അതാണ് NMOSൻ്റെ കണ്ടക്ഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓൺ കണ്ടീഷനിലായിരിക്കുമ്പോൾ എന്ത് ഇൻപുട്ട് ഡ്രെയിനിലുള്ള ഇൻപുട്ടാണെങ്കിൽ സോഴ്സിലേക്ക് കണ്ടക്ട് ചെയ്യും, സോഴ്സിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യും, പാസ് ചെയ്യും, സോഴ്സിൽ നിന്നുള്ള ഇൻപുട്ട് ഡ്രെയിനിലേക്കും പാസ് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ പാസ് ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ NMOS ട്രാൻസിസ്റ്ററിൻ്റെ കോൺഫിഗറേഷനിൽ ഒരു ഹൈ വോൾട്ടേജാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ആ ഹൈ വോൾട്ടേജ് VDD എപ്പോഴും എവിടെയാണ് കൊടുക്കുക, ഡ്രെയിനിലാണ് കൊടുക്കുക. ഇനി ഒരു ലോ വോൾട്ടേജാണ് കൊടുക്കുന്നത് ഞങ്ങൾ അതെന്താണ് എപ്പോഴും എവിടെ കൊടുക്കുക, സോഴ്സിലാണ് കൊടുക്കുക. അതെന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും NMOS ഓൺ ആയിരിക്കുന്ന കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഹൈ വോൾട്ടേജാണ് ഇൻപുട്ട് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ലോജിക് ഹൈ ഈസ് സപ്ലൈഡ് അറ്റ് ദി ഡ്രെയിൻ ടെർമിനൽ. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിലും Vin ഈക്വൽ ടു VDD ഈസ് സപ്ലൈഡ് അറ്റ് ദി ഡ്രെയിൻ ടെർമിനൽ. അപ്പോൾ ഡ്രെയിനിൽ VDD അപ്ലൈ ചെയ്യുന്ന, ഗേറ്റിൽ VDD ഉണ്ട്. അപ്പോൾ NMOS എന്താവും, ഓൺ ആകും അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കും, ഓൺ ആകുമ്പോൾ ഡ്രെയിനിൽ എന്താണോ ഉള്ളത് അതെന്ത് ചെയ്യുന്നു വെച്ചാൽ NMOS കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ലോജിക് 1 VDD അപ്ലൈ, ദി പാസ് ട്രാൻസിസ്റ്റർ കണ്ടക്ട്സ് ആൻഡ് ബിഗിൻ ടു ചാർജ് ദി കപ്പാസിറ്റർ ടുവേർഡ്സ് VDD. ആസ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ് അപ്രോച്ചസ് VDD മൈനസ് VTN, ദി NMOS ട്രാൻസിസ്റ്റർ ടേൺസ് ഓഫ് ബിക്കോസ് VGS ലെസ് ദാൻ VTN. അപ്പോൾ ഈ NMOSൽ VDD ഇൻപുട്ട് ഡ്രെയിനിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴെന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് എന്തായിരിക്കും, ആദ്യം ഇനീഷ്യലി നമ്മൾ വിചാരിക്കുകയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആണ്. അപ്പോൾ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് എപ്പോഴും VDD ആണ്. അപ്പോൾ ഹൈ വോൾട്ടേജ് ആയിരിക്കും. VGS എന്ന് പറയുന്നത് VDD ആയിരിക്കും. അപ്പോൾ ഹൈ വോൾട്ടേജ് ആണ് ഗേറ്റ് ടു സോഴ്സിൽ കിട്ടുന്നത്. അപ്പോൾ NMOS ഓൺ ആയി എന്ന് മനസ്സിലായി. NMOS ഓൺ ആകുമ്പോൾ എന്താവും, ഡ്രെയിനിന് ഒരു കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും അല്ലേ. ഡ്രെയിൻ ടു സോഴ്സ് ഒരു കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ കറണ്ടിൻ്റെ ഡയറക്ഷനാണ് ID എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സോഴ്സിൽ എന്തായാലും ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്ത് ആ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് കൂടി വരും അല്ലേ. ഇത് കൂടി വന്ന് അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്താണ്, VDD ആണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ആ വോൾട്ടേജ് കാരണമാണ് ഒരു കറണ്ട് ഉണ്ടാകുന്നത്. ആ കറണ്ട് എന്ത് ചെയ്യും, കപ്പാസിറ്റർ ചാർജ് ചെയ്യിക്കുന്ന ഏത് പോയിന്റ് വരെ ചാർജ് ചെയ്യിക്കുന്നു എക്സ്പെക്റ്റ് ചെയ്യും, VDD വരെ ചാർജ് ചെയ്യിക്കുന്നു എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ VDD വരെ ചാർജ് ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെപ്പോഴാണോ VDD മൈനസ് ഔട്ട്പുട്ട് വോൾട്ടേജ് VDD മൈനസ് VTN എന്നുള്ള പോയിന്റിലെത്തുമ്പോൾ, VDD മൈനസ് VTN എത്തുന്നു എന്ന് വിചാരിക്കുക. അപ്പം VGS എന്തായിരിക്കും, ഗേറ്റിലുള്ള വോൾട്ടേജ് മൈനസ് സോഴ്സിലുള്ള വോൾട്ടേജ് അല്ലേ. അപ്പോൾ ഗേറ്റിലുള്ള സോഴ്സ് വോൾട്ടേജ് മൈനസ് സോഴ്സിലുള്ള വോൾട്ടേജ് എത്രയായി, VDD ആണ് ഗേറ്റിലുള്ള വോൾട്ടേജ്. സോഴ്സിലുള്ള വോൾട്ടേജ് എത്രയാണ്, ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് VDD മൈനസ് VTN. അപ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ എന്താവും, മൊത്തത്തിലുള്ള ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് VTN ആയി അല്ലേ. ത്രെഷോൾഡ് വോൾട്ടേജ് എത്തുന്ന പോയിന്റിൽ ത്രെഷോൾഡ് വോൾട്ടേജ് എത്തി. അപ്പോൾ ആ പോയിന്റിലെത്തി. അപ്പോൾ അവിടെയും ID ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇനി വീണ്ടും കറണ്ട് ഫ്ലോ ചെയ്യാൻ നോക്കുമ്പോൾ എന്താവും, സോഴ്സിലുള്ള വോൾട്ടേജ് കൂടുതലാവില്ലേ. അപ്പോൾ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് എന്താവും, VGSനേക്കാളും കുറയും. അപ്പോൾ VGSനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കില്ല, കണ്ടക്ഷൻ നടക്കില്ല. ഓക്കെ, അപ്പോൾ
എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻപുട്ടിൽ ഹൈ വോൾട്ടേജ് വരുന്ന സമയത്ത് എൻമോസ് പാസ് ട്രാൻസിസ്റ്ററിൻ്റെ കേസിൽ ഇൻപുട്ടിൽ ഹൈ വരുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ ഹൈ കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല. എത്ര വരെ കിട്ടുള്ളൂ? VDD മൈനസ് VTN വരെ കിട്ടുള്ളൂ. അതിനേക്കാൾ മുകളിൽ ഹൈയിലേക്ക് പോകുമ്പോഴേക്കും ഈ എൻമോസ് ട്രാൻസിസ്റ്റർ എന്തായിപ്പോൾ ഓഫായി പോകും അല്ലേ? കാരണം എന്താ, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് VTNനേക്കാൾ കുറഞ്ഞു പോകും. ആ സമയത്ത് എൻമോസ് ഓഫായി പോകും. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് വോൾട്ടേജ് VDD ആണെങ്കിലും ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയിലാണ് നിൽക്കുക? VDD മൈനസ് VTNലാണ് കിട്ടുക. അത് കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജ് VDD മൈനസ് VTN ആയിട്ട് നിൽക്കും. അതിൻ്റെ മുകളിലേക്ക് പോകാൻ കപ്പാസിറ്ററിന് സാധിക്കില്ല. കാരണം അപ്പോഴേക്കും എൻമോസ് ഓഫായി പോകും. എൻമോസ് ഓഫ് ആകുമ്പോൾ പിന്നെ ആ ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഫർദർ ചാർജിങ് നടക്കില്ല. അപ്പോൾ എൻമോസ് ഓഫായി പോകും. അപ്പോൾ VDD മൈനസ് VTN ആകുന്ന സമയത്ത് എൻമോസ് ഓഫായി പോകും. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? VDD മൈനസ് VTN ആയിരിക്കും. അപ്പോൾ ആ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻപുട്ട് VDDയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് നോക്കുക നിങ്ങൾ. കപ്പാസിറ്ററിന് അക്രോസിലെ ചാർജ് സഡനായിട്ട് കൂടുമോ? ഇല്ല. ഇൻപുട്ട് കൂടുന്ന പോലെ കൂടില്ല. പകരം എന്താണ്, അത് എക്സ്പൊണൻഷ്യലി ചാർജിങ് ആണ് നടക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പതുക്കെ മാത്രമേ അതിൽ ചാർജ് കൂടുള്ളൂ. കൂടി VDDയിലേക്ക് എത്തില്ല. പകരത്തിലാണ് VDD മൈനസ് VTN വരെ എത്തുള്ളൂ. അപ്പോൾ ലോജിക് 1 അപ്ലൈ ചെയ്താലുള്ള കണ്ടീഷൻ ഇതാണ്. ഓക്കെ. അപ്പോൾ നമ്മളെന്താണ്, ഒരിക്കലും എൻമോസ് VDDനെ ലോജിക് 1നെ കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി ലോജിക് 0യുടെ കേസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ കേസിൽ എൻമോസ്, അപ്പോൾ ലോജിക് 0 അപ്ലൈ ചെയ്യുമ്പോൾ എൻമോസിൻ്റെ കണക്ഷൻ മാറ്റാണ്. കാരണം എൻമോസ് എപ്പോഴും ഓൺ ആയിരിക്കണ്ടേ നമുക്ക് കണ്ടക്ട് ചെയ്യണമെങ്കിൽ, പാസ് ട്രാൻസിസ്റ്റർ ആവണമെങ്കിൽ. അപ്പോൾ ഓൺ ആകുമ്പോൾ നമ്മൾ നോക്കുക, ഗേറ്റിൽ VDD ആണ് കൊടുക്കുന്നത് അല്ലേ? എപ്പോഴും ഗേറ്റിൽ VDD ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇനി നമ്മളിവിടെ കൊടുക്കുന്നത് VIN എന്ന് പറയുന്നത് സോഴ്സിൽ എന്താണ് കൊടുക്കേണ്ടത്? 0 ആണ് കൊടുക്കുന്നത്. പകരം സപ്പോസ് നിങ്ങളിപ്പം VIN എന്ന് പറയുന്നത് ഡ്രെയിനിൽ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. നേരത്തെ എല്ലാം എന്താണ് VIN = 0 എന്ന് പറയുന്നത് എവിടെയാണ് കൊടുത്തത്? നമ്മൾ എവിടെയാണ് കൊടുത്തത്? VIN എന്ന് പറയുന്നത് 0 എന്നുള്ള VIN = ഹൈ വോൾട്ടേജ് ഡ്രെയിനിലാണ് കൊടുത്തത്. അപ്പോൾ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് VDD ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കണം? ഹൈ ആയി കിട്ടണം. അപ്പോൾ ലോജിക് 0 വോൾട്ട് ഇപ്പോൾ നമുക്ക് കൊടുക്കുക, നമ്മൾ ഡ്രെയിനിലല്ല കൊടുക്കുക. പകരം എവിടെയാണ് കൊടുക്കുക? എവിടെയാണ് കൊടുക്കുക? സോഴ്സിലാണ് ലോജിക് 0 വോൾട്ടേജ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, നേരത്തെ കണ്ടുപിടിച്ച എൻമോസ് ട്രാൻസിസ്റ്റർ VDD ആണ് ഇൻപുട്ടെങ്കിൽ ഔട്ട്പുട്ടിലേക്ക് എത്രയേ കിട്ടുന്നുള്ളൂ? VDD കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നില്ല, കുറവേ കിട്ടുന്നുള്ളൂ. ഇനി ലോജിക് 0 കൊടുക്കുന്നതെന്നിരിക്കും അല്ലേ? ലോജിക് 0 ഇവിടെ VINൽ കൊടുക്കുന്നതെന്നിരിക്കുക. ലോജിക് 0 കൊടുക്കുന്ന VIN എന്ന് പറയുന്നത് സോഴ്സിൽ കൊടുത്തു. അപ്പോൾ ആ സമയത്ത് VGS നോക്കുക. ഇതിൻ്റെ കണ്ടക്ഷൻ കണ്ടീഷൻ, ഓണാകുന്ന കണ്ടീഷൻ ഏതാണ്? ഗേറ്റ് ടു സോഴ്സ് വോൾട്ടേജ് ത്രഷോൾഡ് വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കണം അല്ലേ? ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്, ഗേറ്റ് വോൾട്ടേജ് VDD ഹൈ വോൾട്ടേജ് ആണ്. അപ്പോൾ തന്നെ അത് കണ്ടക്ട് ചെയ്യാനുള്ള കണ്ടീഷനായി. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് നോക്കുമ്പോൾ എപ്പോഴും എന്താണ്? VDD മൈനസ് 0 ആണ് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്. അന്നേരം എന്താണ്? ഹൈ വോൾട്ടേജ് ആണ്. അപ്പോൾ എപ്പോഴും എൻമോസ് ട്രാൻസിസ്റ്റർ ഓൺ ആയിരിക്കും. അപ്പോൾ ഇതെപ്പോഴും ഓൺ ആയിട്ട് തന്നെയാണ് ഉണ്ടാകുന്ന കണ്ടീഷൻ. ഇനി VIN 0 കൊടുക്കുമ്പോൾ നമ്മുടെ എന്തായിരിക്കണം? ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കണം? 0 തന്നെയായിരിക്കണം ഔട്ട്പുട്ടിലും കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ ഇനീഷ്യലി ഇപ്പോൾ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? ഡ്രെയിനിൽ ഹൈ കൊടുത്തു കഴിഞ്ഞിട്ട് സോഴ്സിൽ ഹൈ വോൾട്ടേജ് കിട്ടിയ കേസിലാണ് നമുക്ക് കിട്ടിയത് അല്ലേ? ഇനിയിപ്പോൾ VIN 0 സോഴ്സിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കുക, VIN 0 കൊടുക്കുന്ന സമയത്ത് അപ്പോൾ എന്താ വെച്ചാൽ when VIN = logic 0 and gate voltage = high voltage, the pass transistor conducts. Since the voltage at the Vout is greater than VIN and the current flows from the right to the left, discharging the load capacitor and the output voltages approaches 0. അപ്പോൾ നമ്മൾ 0 വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് അസംഷൻ എന്താണ്? ഹൈ വോൾട്ടേജ് ആണ് ഇനീഷ്യലി ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇൻപുട്ടിൽ വരുന്ന സോഴ്സിലുള്ള ചേഞ്ച് ഔട്ട്പുട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ ഹൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണുള്ളത്. അപ്പോൾ ആ സമയത്ത് സോഴ്സിൽ കുറഞ്ഞ വോൾട്ടേജ് ആണുള്ളത്. അപ്പോൾ ആ സമയത്ത് ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. അതിൻ്റെ മീനിങ് എന്താണ്? കപ്പാസിറ്റർ ഇനീഷ്യലി ഉണ്ടായിരുന്ന ചാർജ് എന്താവുമെന്ന് വെച്ചാൽ ഇതിലൂടെ തന്നെ ഡിസ്ചാർജ് ആവാണ് ചെയ്യുന്നത്. എൻമോസ് എപ്പോഴും ഓൺ ആയിട്ടല്ലേ നിൽക്കുന്നത്. കാരണം എന്താണ്? ഓൺ ആകുന്ന കണ്ടീഷൻ VGS > VTN ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? ത്രഷോൾഡ് വോൾട്ടേജിനേക്കാൾ കൂടുതലുള്ള വോൾട്ടേജ് ആണ്. അല്ലെങ്കിൽ VGS എന്ന് പറയുന്നത് VDD ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അതാണ് ഇവിടുന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നതെന്ന് ജസ്റ്റ് ഈ ഒരു ഡയഗ്രാം വെച്ച് പറഞ്ഞതാണ്. ഓക്കെ. അപ്പോൾ ആ സമയത്ത് തന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം VDD മൈനസ് VTNലാണ് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെന്തായി മാറുമെന്ന് വെച്ച് കഴിഞ്ഞാൽ VDD മൈനസ് VTN പകരം എന്തായി മാറും? കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് 0യിലേക്ക് എത്തി വരും അല്ലേ? അപ്പോൾ 0യിലേക്ക് എത്തുന്നത് ഇത് കുറഞ്ഞു വരികയാണ് ചെയ്യുക. കുറഞ്ഞു വന്നു കഴിഞ്ഞാലും എന്താകുന്നില്ല, ഇത് ഓഫ് ആകുന്നില്ല. ആ സമയത്തല്ല ഇതെന്ത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എപ്പോഴും എന്താണ്? കണ്ടക്ഷനുള്ള കണ്ടീഷനാണ്. ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ ത്രഷോൾഡ് വോൾട്ടേജ് ആണ്. അതുകൊണ്ട് ഇത് എപ്പോഴും ഓണായിരിക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് 0യിലേക്ക് പോകുന്നു. നേരത്തെ ആണെങ്കിൽ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ആവാൻ പറ്റുന്നില്ല. കാരണം അപ്പോഴേക്ക് അത് ഓഫായി പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എൻമോസ് എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജിനെ കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യും, ലോ വോൾട്ടേജിനെ
കംപ്ലീറ്റ് ആയിട്ട് പാസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ കർവ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ ഡിസ്ചാർജിങ് കർവാണ് നമ്മൾ വരക്കേണ്ടത്. ആദ്യം എത്രയായിരുന്നു ഇനീഷ്യലി കപ്പാസിറ്ററിന് എത്ര ചാർജ് ഉണ്ടായത്? VDD മൈനസ് VT എന്നുള്ള ചാർജാണ് ഉണ്ടായത്. അതിൽ നിന്ന് എത്രയിലേക്ക് കുറഞ്ഞു വരും? 0യിലേക്ക് കുറഞ്ഞു വരും. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആയിട്ട് പോകുന്നുണ്ട്, 0യിലേക്ക് കുറഞ്ഞു വരുന്നുണ്ട്. കാരണം ഫുൾ ടൈം എന്താണ്, എൻമോസ് ട്രാൻസിസ്റ്റർ ഈ ഒരു രീതിയിൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻമോസ് ട്രാൻസിസ്റ്റർ എന്തായിരിക്കും? ഓൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കേസിൽ എൻമോസ് ട്രാൻസിസ്റ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്.